പല പ്രേക്ഷകരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ നമ്മെ വിളിക്കുന്നുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നും ജിജു എന്നൊരു പ്രേക്ഷകൻ ഉണ്ട്. നമസ്കാരം, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താണ് താങ്കൾക്ക് ഇതിൽ പ്രതികരിക്കാൻ തോന്നുന്നത്? നമുക്ക് ഈ മന്ത്രിമാർ, അത്രയും മന്ത്രിമാരും ഇവിടുന്ന് പോയിട്ടും അവിടെയുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാർ നമുക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ഒരു ബസ് നിറയെ മന്ത്രിമാർ പോയിട്ടുണ്ട്, തിരുവനന്തപുരം കാസർഗോഡ് വരെ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എത്രയോ കോടികൾ ചെലവാക്കുന്ന സംസ്ഥാനമാണ് കേരളം. താങ്കൾ ടി വി കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്കൾ പറയുന്നതിൽ ക്ലാരിറ്റി കുറവുണ്ട്. ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ജിജു? നമ്മുടെ നാട്ടിൽ ഈ തിരുവനന്തപുരം പിന്നെ കാസർഗോഡ് വരെ ഒരു കോടിക്കണക്കിന് റുപ്യന്റെ ബസ് മുതലാക്കിയിട്ട് വണ്ടി ഓടിയ സംസ്ഥാനം മന്ത്രിമാരെ വെച്ച്. അതിനകത്ത് ഒരു മന്ത്രിക്കെങ്കിലും നമുക്ക് അങ്ങോട്ട് അയച്ചുകൂടായിരുന്നു ഈ സ്ഥലത്തേക്ക്? അതാണ് നമ്മുടെ ചോദ്യം കാര്യമായിട്ടുള്ള. ജിജു, അവിടുത്തെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ മന്ദഗതിയിലാണ്. അവിടുത്തെ സർക്കാരിന് കൃത്യമായ രീതിയിൽ ഇടപെടാൻ പറ്റുന്നില്ല. എന്താണ് തോന്നുന്നത്? ഇടപെടാൻ പറ്റുന്നില്ല എന്ന് പറയാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാരിന് ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലുള്ള എത്രയോ ഈ കെ സിക്ക് അടക്കം പറഞ്ഞാൽ അവിടെ എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കെ സി പറയുന്നില്ല എന്നുള്ളതാണ് മെയിനായി പറയാം. ശരി ജിജു, നമ്മൾ രാവിലെ മുതൽ അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു മന്ത്രിതല സംഘം അവിടെ പോയി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാത്തത് എന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ഉയർത്തുന്നത്. ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ കത്തയച്ചു, ഫോൺ വിളിച്ചു, വിവരങ്ങൾ തേടി, അതിൽ അടിയന്തര ഇടപെടലുകൾ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും നമ്മളതിനെ ബഹുമാനിക്കുന്നു. അവർ നടത്തുന്ന ഇടപെടലുകൾ ഒരുപക്ഷെ എം കെ രാഘവൻ MP, കോഴിക്കോട് MP തന്നെയാണ് ഇക്കാര്യത്തിൽ ആദ്യം ഇടപെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷേ അതൊക്കെ തന്നെ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു തുടർ നീക്കങ്ങൾ എന്താണ് എന്നത് ഉറപ്പുവരുത്തണമല്ലോ. 5-ാം ദിവസവും ഒരു മനുഷ്യൻ എവിടെ എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അവിടെ നിൽക്കുകയാണ്. നേരത്തെ അർജുൻ്റെ സഹോദരി ഭർത്താവ് അദ്ദേഹം തീർത്തും നിരാശയോടെ, അത്രയധികം വൈകാരികമായി എവിടെ അർജുൻ എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ചോദ്യമാണ് മലയാളികൾ ഒന്നാകെ ചോദിക്കുന്നത്. അർജുൻ എവിടെ? ആ മണ്ണിനടിയിലാണെങ്കിൽ ഇനിയും ആ ജീവന് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് അധികാരികളോട് ചോദിക്കുന്നത്. നമുക്ക് പോയി ആ മണ്ണ് നീക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് സർക്കാർ നിയോഗിക്കുന്ന ആളുകൾ തന്നെയാണ്. NDRF സംഘം കൂടുതലായി എത്തുമെന്നൊരു നേരിയ പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോഴും സമയം അതിക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയധികം മണിക്കൂറുകളായി, 5-ാം ദിവസമായി, 5 ദിവസമായി ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ വാഹനവും, ഒരു മനുഷ്യനല്ല 3 പേർ അവിടെ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ടെങ്കിൽ അവരെ ജീവനോടെ പുറത്തെടുക്കുക എന്ന ദൗത്യം നമ്മളുടെ ഓരോരുത്തരുടെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് അധികാരികൾ ഇത് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതും, അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിൽ ഏത് വിധത്തിലും അർജുനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ഒന്നാമത്തെ പ്രയോറിറ്റിയായി വരുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അർജുന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകുന്നത്? എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിലെ അലംഭാവം? എന്തുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം വൈകുന്നത് ചോദ്യം ചെയ്ത വ്യക്തികളെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. മനുഷ്യസാധ്യമായുള്ള തിരച്ചിലിലൂടെ മാത്രമാണ് അർജുനെ നമുക്ക് ജീവനോടെ പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘങ്ങളെ ഉൾപ്പെടെ അവിടെ നിയോഗിക്കേണ്ടതുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ രക്ഷാപ്രവർത്തനത്തിന് അവരുടെ ഈഗോയെ അതിനപ്പുറത്തേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി പ്രവർത്തനങ്ങൾ തുടരേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. എനിക്ക് ഒരുപക്ഷെ വ്യക്തിപരമായി തോന്നുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം സമീപകാലത്ത് മാത്രമാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള ഒരു സർക്കാരാണ് കർണാടകത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ആ ഇടപെടൽ ഇനിയെങ്കിലും നടത്തുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. നോക്കൂ, അവിടെ കർണാടക മുഖ്യമന്ത്രി സന്ദർശിക്കുന്നതോ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി സന്ദർശിക്കുന്നതോ ഒന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ആവശ്യത്തിനധികം ഫോഴ്സ് എത്തേണ്ടിയിരിക്കുന്നു. രാവും പകലുമുള്ള തിരച്ചിൽ നടത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നും 9 മണിക്ക് ശേഷം തിരച്ചിൽ നിർത്തിവെക്കുമോ? ഈ സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. മനാഫ് ഉൾപ്പെടെ അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അവിടെ വലിയ ലൈറ്റുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് കൂടുതൽ മനുഷ്യശേഷി ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് അർജുനെ രക്ഷിക്കുന്നതിന്, ജീവനോടെ തിരിച്ചെത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.